അയ്യപ്പ ശരണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, കോൺഗ്രസ് പാർട്ടി ആവട്ടെ, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ആവട്ടെ, എത്രത്തോളം ജനവിരുദ്ധമായ ഒരു സമീപനം അല്ലെങ്കിൽ വിശ്വാസികൾ ഭൂരിപക്ഷമുള്ള ഒരു സമൂഹത്തിൽ ഒരു വിശ്വാസവിരുദ്ധമായ നിലപാട് സ്വീകരിക്കാനാവും എന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യമാണ്. എൻ്റെ ചോദ്യം ശ്രീ പി.സി. ജോർജിനോടാണ്. ആദ്യം, എന്താണ് ഈ ശബരിമലയിൽ ഇത്തരം കർക്കശമായൊരു നിലപാട് സ്വീകരിക്കാൻ ശ്രീ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെയും നിർബന്ധിക്കുന്നത്? നമുക്കറിയാം, മന്ത്രിസഭയിൽ തന്നെ ഇത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ശബരിമലയിലേക്ക് സ്ത്രീകളുടെ ശക്തമായൊരു പ്രവാഹം ഉണ്ടാകാമായിരുന്നു. ഇതൊന്നും സംഭവിക്കാത്തത് പാർട്ടിക്കുള്ളിൽ തന്നെ അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ട് ഇത്തരമൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മുടെ മുഖ്യമന്ത്രി നിർബന്ധിതനാകും? പിണറായി ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അനുസരിച്ച് കുറ്റം പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഇലക്ഷനും ഈ 16ലെയും 11 ഇലക്ഷൻ്റെ വോട്ടിന് കണക്ക് നോക്കിയാൽ മതി. അത് ഞാൻ പറയാം, സമുദായത്തിൻ്റെ കണക്കം വെച്ച് നോക്കണം, അപ്പോൾ അറിയാം. ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഈ ശബരിമല പ്രശ്നത്തിൽ ആര് നോക്കിയാലും അവിടെ ഒരു യുവതിയെയും കയറാൻ അനുവദിക്കാൻ കഴിയില്ല. ഇന്നലെ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചും ചർച്ചയിൽ ഇത് തന്നെയാണ് വന്നത്. ഒരു കാരണവശാലും സാധ്യമല്ല. അതിലൊരു വിട്ടുവീഴ്ചയുടെ പ്രശ്നം ഇല്ലതാണ്. ഞാൻ എൻ്റെ നിയോജകമുള്ളതാണ് ഈ മേഖല, അതുകൊണ്ടാണ്. അടുത്ത ഒരു കാര്യം, മാതാ അമൃതാനന്ദമയി ദേവിയാണ്. അനേക വർഷമായി എല്ലാ വർഷവും അമ്മയുടെ ജന്മദിനത്തിൽ അവിടെ ചെല്ലാറുണ്ട്. സാധാരണ അവിടെ മഠത്തിൽ നിന്നിരുന്ന മാലയാണ് അമ്മ സ്വീകരിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു 5 മീറ്റർ നീളമുള്ള മാലയും കൊണ്ട് പോകാറുള്ളൂ. അത് അമ്മ സ്വീകരിക്കാറുണ്ട്. അത് ഇത്തവണയും ചെന്നപ്പോഴും മഠത്തിൽ നിന്ന് മാല ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ തൊട്ടടുത്ത സ്വാമികൾ തന്നെ എൻ്റെ മാല എടുത്തുകൊണ്ട് നിന്ന് അമ്മ എന്നെ മാല എവിടെയെന്ന് ചോദിച്ചു. ആ ബന്ധം നിലനിൽക്കുന്നത്. അമ്മയ്ക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അംഗീകാരം കൊടുത്തില്ല എന്ന് പരാതി എനിക്കുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് നിയമസഭയിൽ അത് പറയുകയും ചെയ്തു. അത് ഞാൻ ഒരു ചർച്ചയാക്കുന്നില്ല. ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. നമ്മുടെ 2011 എന്തുകൊണ്ട് പിണറായി ഈ ശബരിമല രാഷ്ട്രീയം കളിക്കുന്നത് മനസ്സിലാക്കി തരാം. 2011 LDFന് കിട്ടിയോട്ട് 45.11%, UDFന് കിട്ടുക 45.78%. അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത് 0.67% വോട്ടിനാണ്. അത്ര, അതായത് 70 നേരിയ ഭൂരിപക്ഷം. അങ്ങനെ അപ്പോൾ അന്ന് BJP കിട്ടിയ വോട്ട് എത്രയാണ്? 6.2%. 2016 LDFന് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയാമോ? 43.48. ഏത് 93 ഇപ്പോൾ 93 MLA-മാരുമായിട്ട് പിണറായി ഭരിക്കുകയാണ്. ആ ഭരിക്കുമ്പം LDFന് കിട്ടിയ വോട്ട് 43.48. ഏതാ 2% വോട്ട് കുറഞ്ഞിരിക്കുക. അവിടെയാണ് പ്രശ്നം. UDFന് 45.78 കഴിഞ്ഞത്. ഇത്തവണ എത്രയെന്നറിയാം? 38.81%. അതിൻ്റെ അർത്ഥം 7% വോട്ട് ടപ്പം താഴെ പോയി. ഇതെവിടെ പോയി? 6.2% 2011 കിട്ടിയ BJPക്ക് 15.10% വോട്ടായി. 9% നേരെ BJPക്ക് കൂടി. അപ്പോൾ BJPക്ക് വോട്ട് കൂടിയപ്പോൾ കോൺഗ്രസ് നിന്നാണ് വോട്ട് പോയത്. അതുകൊണ്ട് സ്വാഭാവികമായി 2% വോട്ട് കുറഞ്ഞും CPMന് 93 വോട്ടുമായിട്ട് കൂടി. ഇത് വലിയൊരു ലാഭമാണ്. അപ്പോൾ പിണറായി നോക്കിയപ്പോൾ ഇനിയും ഈ ശബരിമല പിടിച്ച് ഒന്നാട്ടിയാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുള്ള ആളുകൾ മുഴുവൻ വീണ്ടും BJPയിലോട്ട് പോവുകയാണെങ്കിൽ ഇനി വോട്ട് മുഴുവൻ കൈ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പാവം പിണറായി കളിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് വലിയ അബദ്ധത്തിലാണ്. അതായത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയായി പോവുക. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, 2016 തെരഞ്ഞെടുപ്പിൽ UDFിൽ നിന്ന് പോകാവുന്ന ഹൈന്ദവ വോട്ട് മുഴുവൻ പോയി. ഇനി ഹൈന്ദവ വോട്ട് പോകാനില്ല. കോൺഗ്രസിൻ്റെ സാച്ചുറേഷൻ ഇല്ല. ഇനി പോകാനുള്ളത് എവിടെയാണ്? CPMലാണ്. ഇപ്പോൾ CPMൽ നിന്നാണ് ഒഴുക്ക്. CPMലെ സ്ത്രീ സമൂഹം, ഞാൻ ഈ ശബരിമല മീറ്റിങ്ങിന് പോകാറുണ്ട്. ഇവിടെ ഞാൻ കൊല്ലത്ത് ഒരു ഗ്രാമത്തിൽ യോഗ ചെയ്യണം. ഒരു 3500 ആൾ നിൽക്കുക.
2 മണിക്കൂർ താമസിച്ചാണ് അവിടെ ചെന്ന്. അവിടെ ഈ സ്ത്രീകൾ ഇരിക്കുക, മുഴുവൻ സ്ത്രീകളാണ് ശരണം വിളിച്ചുകൊണ്ടിരിക്കുക. നിവൃത്തിയില്ലാതെ ഞാൻ ചെന്നവിടെ. ഞാൻ 20 മിനിറ്റ് അവിടെ സംസാരിച്ചുള്ളൂ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ പറഞ്ഞെല്ലാം ഒന്നും ചാനലിൽ കൂടി ഇപ്പോൾ പറയുന്നില്ല. എനിക്ക് അവിടുന്ന് സ്റ്റേജിൽ നിന്ന് വണ്ടിയെ കയറാൻ ഒരു 25 മിനിറ്റ് വേണ്ടി വന്നു. എല്ലാവരുടെയും കൈതരവും സ്നേഹപ്രകടനം. ഇത് കഴിഞ്ഞ് വണ്ടിയിലോട്ട് കയറിയപ്പം 2 പേരെൻ്റെ അടുത്ത് വന്നു. ഒരാൾ ഞാൻ നശിച്ചിരിക്കുക, എൻ്റെ ഒരു സന്തോഷത്തിനാണെന്ന് എൻ്റെ അടുത്ത് എന്താണെന്ന് അറിയാതെ ഞാൻ മേടിച്ചവരോട് പറഞ്ഞു കശുവണ്ടിയാണ്. ഞാൻ കശുവണ്ടി മുതലാളിയാണ്, കശുവണ്ടി കിട്ടാനില്ല, പൂട്ടിക്കെട്ടി കിടക്കുകയാണ്, തുറക്കാൻ തുടങ്ങുകയാണ്. സങ്കടം തോന്നി, മേടിക്കാതിരിക്കാൻ നോക്കുമോ. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, സംഘാടകൻ, ഞാൻ ഇത്രയും നേരം സ്റ്റാൻഡ് കൊടുത്ത് നടന്ന് ഒരു ചെറിയ കാര്യം പറയാണ്. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയാണ്, നാളെ രാജിവെക്കുകയാണ്. അർത്ഥം മനസ്സിലായോ? എൻ്റെ ഒരു അനുഭവമാണ്. അതായത് പിണറായിക്ക് പൊളവുണ്ടാകാൻ പോകുന്നത്, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടാൻ പോകുന്നത് CPM വോട്ടുകളാണ്. അത് ദയനീയമായ പരാജയത്തിലേക്ക് CPM പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഞാൻ വേറെ ഇവിടെ എല്ലാവരും വലിയ പ്രസംഗം, ഞങ്ങൾ 31%, 40%, ആ കണക്കുകൾ കേരളത്തിൽ ജനങ്ങൾ അറിയട്ടെ. മൊത്തം ഉള്ള 100%-ൽ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 54.73% ഉള്ളൂ. കേരളത്തിൽ മാത്രമുള്ളൂ ഇത്. ബാക്കി എല്ലായിടത്തും 82% മുകളിലാണ്. പക്ഷേ കേരളത്തിൽ 54.73% ഉള്ളൂ. അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എത്രയാണെന്നറിയാമോ? 26.53%. അവരെ സംബന്ധിക്കാൻ 31 അവർ തെറ്റാണ്. 26.53% മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. ക്രിസ്ത്യാനി വലിയ കൂടുതലാണെന്ന് പറഞ്ഞത് തെറ്റാണ്. അവർ 18.38% മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൂടെ 0.32% ഉള്ളൂ. ഇതാണ് യഥാർത്ഥ കണക്ക്. ഇതിനകത്ത് ഈഴവ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, SNDP വരുന്നത് 22.6% ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഈ 31, പക്ഷേ 22.6 ഉള്ളൂ. നായർ കമ്മ്യൂണിറ്റി 14.5. അതേഴ്സ് ഹിന്ദു എല്ലാം കൂടെ 8.10 വരുന്നു. ബ്രാഹ്മണന്മാർ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ആ പാവങ്ങളും ഉണ്ട് 1.6%. തീരെ ഇല്ലയെന്നൊന്നും വിചാരിക്കേണ്ട. SC/ST 13% എന്നാണ് ഇവിടെ പ്രസംഗം. തെറ്റാണ്. 9.40 ഉള്ളൂ. ഈ കണക്കിന് അടിസ്ഥാനത്തിൽ വരാൻ പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയമില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിന് ഭയങ്കര നഷ്ടം ഉണ്ടാവും. അയ്യപ്പ ശരണം. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, ശ്രീ PC ജോർജ് പറഞ്ഞ കണക്കുകൾ വളരെ ആധികാരികമാണ്, വസ്തുനിഷ്ഠവുമാണ്. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പോലെ, അല്ലെ അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനത്തിൽ എന്നതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും BJP-യിലേക്ക് ഒരു ഒഴുക്കുണ്ടാവും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം. നേരത്തെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കുണ്ടായി എന്ന് പറയുന്നു. അത് കോൺഗ്രസ്സിലേക്കായിരിക്കണം എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ ആഗ്രഹം. പക്ഷേ എന്നാൽ പോലും ഈ ശബരിമല പ്രക്ഷോഭം കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടത് ജനാധിപത്യ മുന്നണിക്കും നേട്ടമാണോ ഉണ്ടാവുക, കോട്ടമാണോ ഉണ്ടാവുക രാഷ്ട്രീയമായി? ശബരിമല കേരള സമൂഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വിശ്വാസാധിഷ്ഠിത ചൈതന്യമാണ്. അവിടെ ജാതിയും മതവും വേർതിരിക്കാനും പറ്റില്ല. ആ സാഹചര്യം നോക്കുമ്പോൾ ശബരിമലയിലെ വിശ്വാസികൾക്ക് വന്നുഭവിച്ച ആ വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റേതാകാം. അത് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായി നഷ്ടമുണ്ടാകുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് തന്നെയായിരിക്കും. ഈ കാര്യത്തിൽ ആനുപാതികമായ ഒരു നേട്ടം BJP-ക്ക് ഉണ്ടാകും എന്നും ഞാൻ ധരിക്കുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായ തിരഞ്ഞെടുപ്പ് ഫലം ശ്രീ PC ജോർജ് പറഞ്ഞ നിലയിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സാധ്യതയാണ് കോൺഗ്രസ്സിന് എന്ന് ധരിക്കുന്നു. അതെൻ്റെ സ്വാർത്ഥതയാകാം. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി 365 ദിവസവും തുറക്കണമെന്ന് പറഞ്ഞു, പറ്റില്ലെന്ന് പറഞ്ഞു, എന്നെ പുറത്താക്കി. എന്നെ പുറത്താക്കിയത് എൻ്റെ മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. ആ സന്ദർഭത്തിൽ തന്നെ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഞാനങ്ങ് വീട്ടിൽ പോകില്ല, ഞാൻ പമ്പയിലോ ശബരിമലയോ തന്നെ ഉണ്ടാകും. അതിനോട് ചോദ്യം,
ഈ ദേവസ്വം ബോർഡ് എന്തിനാണ്? ദേവസ്വം ബോർഡ് വിശ്വാസികൾക്ക് വേണ്ടിയല്ലേ? അതെ, അങ്ങ് വിശ്വാസികൾക്ക് വേണ്ടി നിന്നുകൊണ്ട് അങ്ങേ പുറത്താക്കി. ഇപ്പോൾ ഇരിക്കും ദേവസ്വം ബോർഡ് പിരിച്ചുവിടേണ്ടതല്ലേ? ഇത് മര്യാദകടല്ലേ? അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. ഈ സ്വാഭാവികമായി ഓരോ പൊതുപ്രവർത്തകർക്കും അവരുടേതാകുന്ന നിലയും വിലയും മനസ്സിലാക്കി തീരുമാനമെടുക്കുവാനുള്ള ഒരു ബോധം വേണ്ടേ? ഇതൊരു കടുകിയ ശബരിമലയെ വേറൊരു കാര്യം ഘടിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുക. ശബരിമലയിൽ കിട്ടുന്ന നേർച്ച മുഴുവൻ വെച്ചിട്ട് ദേവസ്വം ബോർഡ് സുഖിക്കുന്നു, അതോടൊപ്പം മറ്റ് ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കുന്നതാണ് പറയുന്നത്. നമ്മൾ നേർച്ച ഇടാതിരുന്നാൽ വിശ്വാസികൾ നേർച്ച ഇടുന്നില്ലെന്ന് തീരുമാനിക്കട്ടെ. ശബരിമലയിൽ നേർച്ച ഇടുന്നില്ല, ഈ ദേവസ്വം ബോർഡ് തീർന്നു പോവുമോ? ദേവസ്വം ബോർഡിന് പിന്നെ സർക്കാർ ഖജനാവിന് കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 കൊല്ലം കൊടുത്ത് നമുക്ക് സർക്കാരിന് കാശില്ലെന്നാവുമല്ലോ. അപ്പം നേരെ മര്യാദയ്ക്ക് ക്ഷേത്ര വിശ്വാസികളെ ഏൽപ്പിക്കും. ഇവിടെ കിട്ടിയോ? ക്ഷേത്ര വിശ്വാസികളെ ഏൽപ്പിക്കും. അങ്ങനെ ക്ഷേത്ര വിശ്വാസികളെ ക്ഷേത്രം ഏൽപ്പിക്കണമെങ്കിൽ വിശ്വാസികൾ ഒരു നയാ പൈസ ഈ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നേർച്ചയിടാനേ പാടില്ല. രാഷ്ട്രീയപരമായ കുറേ സ്വാധീനങ്ങൾ ശബരിമലയുടെ കീർത്തിയും യശസ്സും പവിത്രതയും പരിശുദ്ധിയുമൊക്കെ തകർത്ത ഇടതു മുന്നണിക്കുണ്ടാകും, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടാകും എന്ന് ധരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനൊരു ഉദാഹരണമായി നമുക്ക് പറയാവുന്നത് ഈ ഇടതുപക്ഷ പാർട്ടികൾ നഖശിഖാന്തം എതിർത്ത ചില പരിപാടികളെ ന്യായീകരിക്കുവാൻ കാനം ശ്രമിച്ചു എന്നത് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായി ഉള്ളത് എല്ലാം പോകാതിരിക്കട്ടെ, അല്പമെങ്കിലും ഇങ്ങോട്ട് പോരട്ടെ എന്ന സമീപനമാണ് കാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ശബരിമല വിശ്വാസ സ്വാധീനം മാത്രമല്ല, നാളെ അത് രാഷ്ട്രീയ സ്വാധീനത്തിനും ഇടയാക്കും എന്ന് ശ്രീ പിണറായി വിജയൻ ഇടതുപക്ഷ ഗവൺമെൻറ് കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം എനിക്ക് എൻ്റേതായ വേറെ സംശയങ്ങൾ അങ്ങ് രാഷ്ട്രീയക്കാരനോട് ചോദിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയനോടൊപ്പമുള്ള മിൽട്ടൺ CPM ഇടതുപക്ഷം ശബരിമലയെ സ്നേഹിക്കുന്ന, ശബരിമലയെ വിഷയമായിട്ടുള്ള പല സംഘടനകളുണ്ട്. ആ ഒരു സംഘടന കയറി, ഇപ്പം ഞാൻ പേരൊന്നും പറയുന്നില്ല സംഘടനയുടെ, ആ ഒരു സംഘടന കൂടി പിണറായി വിജയന് പിന്തുണ കൊടുത്താൽ ഇവിടെ മത്സരം കടുക്കുകയില്ലേ? പിണറായി വിജയന് അനുകൂലമായ ട്രെൻഡ് ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ചോദ്യം വ്യക്തമല്ല. അല്ല, ആ ചോദ്യത്തിൻ്റെ വ്യക്തത ഞാൻ മനസ്സിലാക്കി. പൊതുശത്രു കോൺഗ്രസ് മതി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും കൂടെ തീരുമാനിച്ചാൽ PC ജോർജിൻ്റെ വിലയിരുത്തലിന് അല്പസാധ്യതയുണ്ട്. പക്ഷേ അങ്ങ് വിചാരിക്കുന്ന അത്രയും സാധ്യതയില്ല, പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു നിലപാട് എടുക്കുക ഈ പറയുന്ന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം ആത്മഹത്യാപരമായിരിക്കും. ഏതെങ്കിലും ഒരു പാർട്ടി കോൺഗ്രസുമായിട്ട് CPM കൂടിച്ചേർന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇലക്ഷൻ പ്രചരണം നടത്തുന്നത്. അപ്പോൾ അതല്ലേ ഇവിടെ സാധ്യത കൂടുതൽ? പിന്നെ അവരെല്ലാരും ഒരുമിച്ച് എതിർക്കുന്ന BJP ഇവർക്കൊപ്പം സഖ്യമാവുന്നൊക്കെ ആലോചിക്കാനൊരു അല്ല. ശ്രീ PC ജോർജ്, അങ്ങയുടെ രാഷ്ട്രീയ പരിജ്ഞാനത്തെ ആദരിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൗതികമായി, കായികമായി, ശാരീരികമായി സംഘടനകൾ നടക്കുന്നത് BJP പ്രതിദാനം ചെയ്യുന്ന അണികളും CPMൻ്റെ അണികളും തമ്മിലാണ്. പക്ഷേ ആശയപരമായ സംഘടനം നടക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും അല്ലെങ്കിൽ സംഘപരിവാറും തമ്മിലാണ്. പക്ഷേ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ. പക്ഷേ ഇപ്പോൾ 2 കൊല്ലമായിട്ട് ആ സംഘടന ഇല്ല. കണ്ടില്ല എന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. 2 കൊല്ലം ഉണ്ടോ? സംഘടന ഉണ്ടോ? അദ്ദേഹം പറയട്ടെ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം BJPയും പിണറായികളും ഒന്നാവുന്നല്ല. കോൺഗ്രസ് CPM മത്സരം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ മതവിശ്വാസത്തിനുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ പിണറായിക്ക് പ്ലസ് ആകാൻ പോവുകയാണ്. അത് കണ്ടില്ല എന്ന് വെച്ച് പോകണം. അല്ല, മറിച്ച് പിണറായിയെ അനുകൂലിച്ചിരുന്ന വിഭാഗങ്ങൾ പോലും ഇതിനേക്കാൾ സാധ്യതയുള്ളൊരു ഫോർമുല ഞാൻ പറയാം. പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൻ്റെ സമവാക്യം ഹിന്ദു വേഴ്സസ് ട്രസ്റ്റ് എന്നാണ്. കാരണം ഹിന്ദു ഒരു ഭാഗവും എതിരെ നിൽക്കുന്നവരെ മുഴുവൻ ഒരു ഭാഗവും ആക്കി ഒരു കൃത്യമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ സോഷ്യൽ ഡിവൈഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു യാഥാർത്ഥ്യം നോക്കൂ. ഇവിടെ കേരളത്തിലെ 2 പ്രബല മുന്നണികളായിട്ടുള്ള LDFും UDFും നിൽക്കുന്നതുകൊണ്ടാണ് വോട്ട് ശതമാനം വലിയ ഏറ്റക്കുറച്ചിലില്ലാതെ 45 എന്ന തോതിൽ നിൽക്കുന്നത്. അതിലൊരു കമ്മ്യൂണൽ ബാലൻസിങ് ഉണ്ട്. ആ കമ്മ്യൂണൽ ബാലൻസിങ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ
ഹിന്ദു വോട്ടിൻ്റെ ഭൂരിപക്ഷം എപ്പോഴും CPM-ലേക്കാണ് പോകുന്നതെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ എപ്പോഴും നിലനിൽക്കുന്നത് UDF-ൻ്റെ ഒപ്പമാണ്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമാണ് അതിൻ്റെ കാരണം. നേരെ തിരിച്ച് ഒരു ആൻറ്റി ഹിന്ദു പ്യുവർ സ്റ്റാൻഡിലേക്ക് CPM പോകുമ്പോൾ ഇനിയുള്ളൊരു പ്രോസ്പെക്റ്റ് ഞാൻ പറയട്ടെ. 2019 തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ UPA വീണ്ടും അധികാരത്തിൽ വരുന്നില്ല, വീണ്ടും NDA അധികാരത്തിൽ വരികയാണെന്ന് വിചാരിക്കുക. മുസ്ലിം ലീഗിന് UDF-ൽ നിൽക്കുന്നതിൽ പിന്നെ വലിയ ആകർഷണമില്ല. മുസ്ലിം ലീഗിന് UDF-ൽ നിൽക്കുന്നതിൻ്റെ ആകർഷണം എന്ന് പറയുന്നത് 5 കൊല്ലത്തിലൊരിക്കൽ കേരളത്തിൽ ഭരണം മാത്രമല്ല, 5 കൊല്ലത്തിലൊരിക്കൽ കേന്ദ്രത്തിൽ അധികാര പദവിയിൽ ഇരിക്കാനുള്ള സാധ്യത കൂടിയാണ്. നേരെ തിരിച്ച് ദേശീയ തലത്തിൽ കോൺഗ്രസ് ദുർബലമാവുകയും BJP ശക്തിപ്പെടുകയും ചെയ്താൽ പിന്നെ UPA സഖ്യകക്ഷിയായിരിക്കുന്നതിൽ മുസ്ലിം ലീഗിന് ആകർഷകത്വമൊന്നുമില്ല. അതേസമയം BJP-യെ പ്രതിരോധിക്കാൻ കൂടുതൽ ശക്തിയുള്ള പ്രതിപക്ഷം CPM ആണെന്നുള്ള ന്യായം കൊണ്ട് മുസ്ലിം ലീഗിന് CPM-ുമായൊരു ബാന്ധവത്തിന് സാധ്യതയുണ്ട്. അത്തരത്തിലൊരു CPM മുസ്ലിം ലീഗ് സഖ്യം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ന്യൂനപക്ഷ വോട്ടുകളെ, ഈ മലബാർ മേഖലയിലുള്ള 25-ൽ 21 വോട്ട് മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ്. കണ്ണൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ ഈ പോകുന്ന ഹിന്ദു വോട്ടിനെ മുഴുവൻ കോംപ്രമൈസ് ചെയ്യാൻ, കേരളത്തിലുടനീളം പോകുന്ന തെക്കൻ മേഖലയിൽ പോകുന്ന ഹിന്ദു വോട്ടിനെ കോംപ്രമൈസ് ചെയ്യാൻ മുസ്ലിം ലീഗിനെ മാത്രം കിട്ടിയാൽ മതി. പിന്നെ ഒരു 15-ഓ 20-ഓ കൊല്ലത്തേക്ക്, അതായത് ഇതിനെതിരെ ഒരു ബദൽ ഹിന്ദു പോളറൈസേഷൻ, ശക്തമായിട്ടുള്ള ഹിന്ദു പോളറൈസേഷൻ ഉണ്ടായി ഇതിനെ പ്രതിരോധിക്കാൻ BJP മറ്റു ചില പാർട്ടികളും കൂടി ചേർന്ന ഒരു സഖ്യം ഉണ്ടായി ഒരു ഹിന്ദു മുന്നണി ബദലായി വരുന്നത് വരെ ഈ മുന്നണിക്ക് കേരളം ഭരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ സഖ്യത്തിനാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അയ്യപ്പ ശരണം. ശ്രീ ശംഖുദാസ് പറഞ്ഞതിൻ്റെ അഭിപ്രായത്തിൽ 2 ചോദ്യങ്ങളാണ് എനിക്ക് ഡോക്ടർ സെൻകുമാറിനോടുള്ളത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞതുപോലെ ഹിന്ദു സമൂഹത്തെ മൊത്തം വെറുപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ആകർഷിക്കത്തക്ക ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ? കാരണം ഒന്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന അവസരത്തിൽ അതിന് മുന്നോടിയായി അവർ മുന്നോട്ട് വച്ച മാനിഫെസ്റ്റോയിൽ, പ്രകടന പത്രികയിലെ ഒരു പ്രധാന വാഗ്ദാനം ശബരിമല തീവയ്പ് കേസ് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും എന്നുള്ളതായിരുന്നു. അതായത് വളരെ വ്യക്തമാണ്, ഹിന്ദു വോട്ടുകളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയായിരുന്നു അത്. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചില്ല, അത് മറ്റൊരു പ്രശ്നം. പല ഘട്ടങ്ങളിലും ഇതുപോലെ ഹിന്ദു വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടി പല നിലപാടുകൾ മാർക്സിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രീതിയിലൊരു ഹിന്ദു വിരുദ്ധ നിലപാട് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുമോ? നമ്പർ 1. രണ്ടാമത്തെ ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടായാൽ ആ കൺസോളിഡേഷൻ CPM-നാണോ അനുകൂലമാവുക, കോൺഗ്രസിനാണോ അനുകൂലമാവുക? പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പൊളിറ്റിക്സിന് ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇപ്പോൾ ശബരിമല ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് അത് ബാധിക്കും. പക്ഷേ മഹാത്മജി പറഞ്ഞിട്ടുള്ളതുപോലെ വിശക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ഭക്ഷണത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് വോട്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാകുന്ന വൈകാരികമായ കാര്യങ്ങൾ മാത്രമല്ല, അവരുടെ ജോലിക്ക് എന്ത് സംഭവിച്ചു, അവരുടെ എന്താണ് പറയുന്നത്, സ്ഥിതി ഇമ്പ്രൂവ് ചെയ്തോ മോശമായോ, ആരാണ് അവരെ നന്നാക്കാനായിട്ട് സാധിക്കുക, അവർക്ക് വരാൻ പോകുന്ന തലമുറയ്ക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇതെല്ലാം നോക്കുന്ന ഒരു സമൂഹം കൂടിയാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകാരികമായിട്ടത് ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് മറ്റ് ഘടകങ്ങൾ കൂടി കണക്കിലെടുത്ത് മാത്രമേ നമ്മളൊരു രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ശബരിമല തീർച്ചയായിട്ടും സ്വതന്ത്ര ഇന്ത്യയിലും കേരളം ഉണ്ടായതിനു ശേഷവും ഹൈന്ദവ സമൂഹത്തെ വല്ലാതെ സ്പർശിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്, യാതൊരു സംശയവുമില്ല. അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് കാസ്റ്റുകൾക്ക്, ജാതികൾക്ക് അതീതമായിട്ട് ബാധിച്ചിരിക്കുന്ന ഒന്നാണ്. അതിന് വോട്ടായിട്ട് എങ്ങനെ മാറുന്നു നമ്മൾ ഇപ്പോൾ മുഴുവൻ പറയാൻ പറ്റില്ല. കാരണം മറ്റ് ഘടകങ്ങളുണ്ട്. അപ്പോഴാണ് പെർഫോമൻസ് വരുന്നത്. ഒരു ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് എന്തായിരുന്നു? അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് നെഗറ്റീവായിരുന്നു, 0 ആയിരുന്നു എന്ന് ജനങ്ങൾക്കറിയാം. അവർക്ക് എന്ത് കിട്ടി? ഇപ്പോൾ ഓഖി കഴിഞ്ഞവന് ഇപ്പോഴും എവിടെയുണ്ട്? അതല്ലെങ്കിൽ ഇപ്പോൾ പ്രളയം കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് എവിടെ നിന്നാണ് സഹായം കിട്ടുന്നത്? എന്തുകൊണ്ട് 14,000 കോടി രൂപയോളം സർക്കാരിന് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും അവർക്ക് വീടുകളൊന്നും ആയില്ല? കുട്ടനാട് എല്ലാ വർഷവും 3-4 മാസം എന്തുകൊണ്ട് അവർക്ക്
ദുരിതത്തിലേക്ക് പോകേണ്ടി വരുന്നു? എന്തുകൊണ്ട് സ്ഥിരമായിട്ട് അവർക്ക് അവിടെ താമസിക്കാൻ സാധിക്കാതെ വരുന്നു? അപ്പോൾ ഇതുപോലുള്ള കുറേയധികം കാര്യങ്ങൾ ഈ വോട്ടേഴ്സ് ഓരോ ഇഷ്യൂ ഓരോ സ്ഥലത്തുണ്ട്. പാലപ്പാട്ടുണ്ടാകാൻ പോകുന്ന ഇഷ്യൂ വേറെയാണ്, പ്രാദേശികമായിട്ടുള്ള ഇഷ്യൂസും എല്ലാം കൂടി കലർന്ന് അങ്ങനെ ഒരു കോമൺ അജണ്ടയിലേക്ക് മാത്രം കേരളം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് നാഷണൽ ഇഷ്യൂ, എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത്. എനിക്ക് ഉള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ആരെന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിനുണ്ടാവും, അദ്ദേഹത്തിന് വേറെ ഉണ്ടാകും. എൻ്റെ വിശ്വാസം ഞാൻ കൃത്യമായിട്ട് പറയുന്നു, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങി ഈ NDA ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന എനിക്ക് യാതൊരു സംശയമില്ല. കാരണം അവർക്ക് എവിടെയെങ്കിലും ഉണ്ടാകാവുന്ന സീറ്റിൻ്റെ ക്ഷാമം നികത്താനുള്ള പുതിയ സ്റ്റേറ്റുകൾ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എനിക്ക് യാതൊരു സംശയമില്ല. അപ്പം ഞാൻ കഴിഞ്ഞ തവണ കേരളം ഉൾപ്പെടുന്നു. ഞാൻ പറയട്ടെ, കേരളത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രാജ്യത്തിന് എന്ത് സംഭവിക്കുന്നു, രാജ്യത്തിൻ്റെ സുരക്ഷാബോധത്തിന് എന്ത് സംഭവിക്കുന്നു, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എന്ത് സംഭവിക്കുന്നു. ഇപ്പോൾ എനിക്ക് വീടുണ്ടായിരുന്നില്ല. 1.54 crore വീടുകൾ കിട്ടിയ ഒരാളാണ് ഞാൻ. ആ 1.5 crore ഇൻറ്റു ഒരു 6 എടുത്തോളൂ, അത്രയും ആൾക്കാർക്ക് വീടായി. എനിക്ക് ഗ്യാസ് കിട്ടിയിരുന്നില്ല. 6 കോടി ഗ്യാസ് കണക്ഷൻ എനിക്ക് വെറുതെ കിട്ടി കൃത്യമായിട്ട്. എനിക്ക് പൈസ എൻ്റെ ബാങ്കിൽ കിട്ടുന്നു. അപ്പം അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചവരുണ്ടാകും. നേരിട്ട് ഞാൻ നേരത്തെ വളരെ ചൂടായിട്ട് സംസാരിച്ചതുപോലെ എൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നുള്ളതുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്. അതുപോലെ എന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. വെറും നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഒന്നുമില്ലാത്ത കുറേ കുമിളകൾ ഉണ്ടാക്കി വിടുന്നതാണോ നിങ്ങൾക്ക് ആവശ്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞ 54.7% എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ കുറേ ക്രിപ്റ്റോ റിലീജിയസ് മാറ്റങ്ങളുണ്ട്. അത് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. അതായത് somebody has changed religion but not declared it. He is a practicing something else but he is. അപ്പോൾ അങ്ങനെയുള്ളത് എടുക്കുന്ന സമയത്ത് ഇതിലും വ്യത്യാസങ്ങളായി അതിൽ വരും. ഇവിടെ പൊളിറ്റിക്കലായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിലും അതിനെ ഉദ്ദേശിച്ച് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന അദ്ദേഹം വക്കീൽ പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പോളറൈസേഷൻ നടപ്പാക്കാനായിട്ട് ഇപ്പോൾ ഈ പറയുന്ന UDF ഉണ്ടായിരുന്ന സാമാന്യം ഈ മൈനോറിറ്റി കമ്മ്യൂണിസ്റ്റിനുള്ള കൂടുതൽ സപ്പോർട്ട്, പ്രത്യേകിച്ചും മുസ്ലിം ലീഗും കേരള കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഈ പോളറൈസേഷൻ നടത്തി വരുമ്പോൾ ഇതിൻ്റെ ഒപ്പോസാക്കി എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യാം. കാരണം അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അവരുടെ ഒരു സബ്സ്റ്റാൻഷ്യൽ ഈ പോപ്പുലേഷൻ ഷിഫ്റ്റ് ചെയ്യാണ്. ഇനി ഇതെല്ലാം നടക്കണമെങ്കിൽ ഈ പറയുന്ന 3 പൊളിറ്റിക്കൽ പാർട്ടീസും ഏത് രീതിയിൽ ചിന്തിച്ച് അവർ ഏത് രീതിയിൽ അവരുടെ പ്രായോഗികമായിട്ട് കേരളത്തെ നന്നാക്കാനുള്ള അജണ്ട കൊടുത്ത് പ്രായോഗികമായിട്ടുള്ള നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി കൊണ്ടുപോകുന്നു എന്നതനുസരിച്ചിരിക്കും. അയ്യപ്പ ശരണം എന്ന സംവാദം ഇവിടെ ഇപ്പോൾ പൂർണ്ണമാകുന്നു.